ഈ ഓൺ ഗ്രിഡ് ഡയഗ്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോളാർ പാനൽ വെച്ചു, കറണ്ട് ഉണ്ടാക്കി. അത് DC കറണ്ട് ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വന്നു. അവിടെ നിന്ന് ഒരു ഇൻവെർട്ടറിൽ വന്നു, ആ DC-നെ AC ആക്കി കൺവേർട്ട് ചെയ്തു. അത് ഓൾട്ടർനേറ്റീവ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലോട്ട് വന്നു. അവിടെ നിന്നും നമുക്കൊരു മീറ്റർ വെക്കും. ആ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കി എന്ന് കാണിക്കും. അതിന് എനർജി മീറ്റർ എന്ന് പറയും. അവിടെ നിന്ന് മെയിൻ സ്വിച്ചിലോട്ട് വന്നു. മെയിൻ സ്വിച്ചിലോട്ട് നേരെ ഫ്യൂസിലോട്ട് കണക്ട് ചെയ്തു. നമ്മളെ KCB കറണ്ട് ബില്ല് അടച്ച് കൊണ്ടുവന്നൊരു സാധനം കട്ടൗട്ടർ, അതിലോട്ട് കണക്ട് ചെയ്തു. അപ്പൊ അത് നേരെ മീറ്ററിലോട്ട്. എന്നാൽ അതേസമയം ഇവിടെ KCB-യുടെ കറണ്ട് നിൽക്കുന്നുണ്ട്. ആ കറണ്ട് ഇവിടെ ഒരു നെറ്റ് മീറ്ററിലോട്ട് വരും. നെറ്റ് മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ മീറ്റർ എടുത്ത് മാറ്റും. എന്നിട്ട് ഇവിടെ ഒരു നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് ഇമ്പോർട്ടും അങ്ങോട്ട് കൊടുക്കുന്നത് എക്സ്പോർട്ടും എന്നിട്ട് രേഖപ്പെടുത്തും. അതിനറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതും വന്നിട്ട് ഇവിടെ ഫ്യൂസിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരേ സമയം രണ്ട് കറണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട് ഏത് എടുക്കും? അതാണ് ചോദ്യം. സോളാർ എടുക്കും എന്ന് പറഞ്ഞു. എന്താണ് കാരണം? സോളാർ എടുക്കുന്ന കാരണം അത് വേണ്ടേ? അതിന്റെ കാരണത്തിലേ ഉള്ളൂ. നമ്മുടെ KCB തരുന്ന ലൈൻ വോൾട്ടേജ് എത്രയാണ് പറയുന്നത്? 240 അല്ലേ? എന്നാൽ സോളാർ ഉണ്ടാക്കുന്ന എത്രയാ? 264 ആണ്. അതിന് മേലെ ഉണ്ട്. അത് വോൾട്ടേജ് കൂടുതലാണ്. പക്ഷെ അത് ഇൻവെർട്ടർ വെച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. കാരണം വല്ലാണ്ട് ലൈനിൽ കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ പല സാധനങ്ങളും അടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ട് നിൽക്കുന്ന 240 വോൾട്ടിന്റെ 10% ഇൻക്രീസ് ആവാം, 10%. അത് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ കട്ട് ഓഫ് ആവും. അപ്പൊ ഇതിനാണ് തൽക്കാലം ശക്തി കൂടി നിൽക്കുന്നത് കറണ്ട് അല്ലേ? ആ കറണ്ട് ശക്തി കൂടി നിൽക്കുന്നുണ്ട്. അവൻ നേരെ ഇവിടെ വന്ന് ഇടിച്ച് കയറിയാണ് വീട്ടിലോട്ട് കയറി പോകും. നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു തടിയിലും ഒരു വണ്ണം പുറത്തിലാണെന്ന് കഴിഞ്ഞാൽ തടിയെ കയറി പോകുന്ന പോലെ ഇവനോട് അവിടെ നിൽക്കാൻ പറയും, ഇയാൾ കയറി. അപ്പൊ KCB ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ സോളാർ ആണ് വീട്ടിലോട്ട് കയറി പോവുക. വീട്ടിലെ ആവശ്യം കഴിഞ്ഞാൽ നേരെ ഈ ലൈനിൽ കൂടെ കയറി ഗ്രിഡിലോട്ട് കയറി പോകും. ഇവനെ തടുത്ത് മാറ്റിയിട്ട് നേരെ അങ്ങ് കയറി പോകും. കയറിപ്പോയി കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിൽ നിർത്തില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെത്തുമ്പോൾ അവന്റെ വീട്ടിൽ കൂടെ ഇവനങ്ങനെ ഇറങ്ങും. അപ്പൊ KCB കൊടുത്ത പോലെ അതിൽ നീടിയും മനസ്സിലായ പറഞ്ഞു. എന്നിട്ട് അവന്റെ 8 രൂപയും 9 രൂപയും 10 രൂപ മേടിക്കും. നമുക്ക് 3.5 തരുള്ളൂ. മനസ്സിലായേ? KCB അതല്ലേ ലാഭത്തിൽ മനസ്സിലായി. അപ്പൊ നമ്മുടെ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളത് എവിടേക്ക് പോകൂ പറയൂ? കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കേട്ടു. എന്നോട് പല സ്ഥലത്ത് ചെയ്യുന്നപ്പോഴേ ഒരാൾ ചോദിക്കുകയാണ്, KCB അത് തൊടാൻ പറ്റില്ല, നേരെ അങ്ങോട്ട് കൂത്തറ. അപ്പൊ ഇയാളോട് എനിക്ക് തൊടാൻ പറ്റാത്ത കറണ്ട് ഞാൻ വെക്കുന്നത് ആരെന്നോട് ചോദിക്കുക, എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഇത് KCB ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് എന്റെ. അപ്പൊ സാറേ അതല്ല, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് KCB പോകുള്ളൂ. അപ്പൊ ഫസ്റ്റ് പ്രിയോറിറ്റി ഏതാ? നമ്മുടെ വീട്ടിലെ ഉപയോഗമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സിസ്റ്റം. അപ്പൊ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് അതിൽ എനർജി ചാർജ് 0 ആക്കി എടുക്കാൻ പറ്റും. ഓൺ ഗ്രിഡ് വെച്ച് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 500 യൂണിറ്റ് ആണ് 2 മാസം കൂടുമ്പോൾ ഉപയോഗം വരുന്നതെന്ന് വിചാരിക്കും. 500 യൂണിറ്റ് അത് 2 മാസം കൂടുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ദിവസത്തേക്ക് എത്ര ഉപയോഗിക്കണമെന്ന് അറിയാൻ 6 കൊണ്ട് ഹരിച്ചാൽ മതി.